ഹലോ, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ളോഗ്സ്. അങ്ങനെ നമ്മുടെ ജോർജിയൻ വീഡിയോയുടെ ബാക്കി പത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ടാണ് വീഡിയോസ് വരുന്നത്. വീഡിയോസൊന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. പക്ഷേ ഒത്തിരി ലേറ്റായി. മെയ് ലാസ്റ്റ് വീക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ കുട്ടൈസിലേക്ക് പോകുന്ന ആ വീഡിയോ വരെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടൈസിലേക്ക് പോകുന്ന വഴി നമ്മൾ ഒരു ആഡ് ഓൺ ചെയ്ത പ്ലേസാണ് റബാട്ടി കാസ്റ്റിൽ. നമ്മുടെ ടൂർ പാക്കേജിൽ ഈ കാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഋതുകുട്ടിക്ക് റബാട്ടി കാസ്റ്റിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 9th സെഞ്ച്വറിയിലാണ് പണി കഴിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രക്ഷനായിട്ട് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് 2012 കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രീകാന്തും നീനോയും കൂടി പോകുന്നുണ്ട്. നമ്മുടെ ട്രാവൽ ഗൈഡാണ് കൂടെയുള്ളത്. അപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ഒരു ചെറിയ ബോൾസ് കിട്ടും കേട്ടോ. കോയിൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോയിൻസ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഋതുക്കുട്ടി. അപ്പോൾ അത് 2 പേർക്കും ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് കോയിൻസ് കൊണ്ടുപോയിട്ടുണ്ട്. ബോൾ എടുക്കാൻ അടിയാണ് ഇവിടെ. റിച്ചു പറയാ അമ്മയുടെ ജാക്കറ്റ് ഊരിട്ട് പട്ടിക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ റിച്ചു ഊരി കൊടുത്തോളാന്ന്. റിച്ചു തൊടണ്ട. റിച്ചു മഴ ചാറുന്നുണ്ട്, മഴ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇതിൻ്റെ ടിക്കറ്റ് നമ്മളാണ് കേട്ടോ എടുത്തത്. നമ്മൾ ആഡ് ഓൺ ചെയ്തതാണല്ലോ ഈ പ്ലേസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ ഈ സ്റ്റോൺസൊക്കെ എന്ന് പറയുന്നത് ഇത് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഉള്ള സ്റ്റോൺസ് കൊണ്ടാണ് കേട്ടോ ചെയ്തേക്കണത്. ഇത് ഡിമോളിഷായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ 2012 ചെയ്തപ്പോൾ ഉള്ള സ്റ്റോൺസ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു ഹോട്ടലാണ്, റബാത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ്. അങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മേലേക്ക് എത്തണം കേട്ടോ. അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ നമ്മളിവിടെ കാണിച്ചു. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിച്ച ബിരിയാണിക്ക് ദഹിക്കുന്ന അത്ര സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. ഇതൊക്കെ കണ്ട് നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ നടക്കുന്നതും സ്റ്റെപ്സ് കയറുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അത്, അല്ലേ? കുട്ടികൾക്കാണെങ്കിൽ ഋതുക്കുട്ടിക്കും റിച്ചുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടക്കണതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ. അവർ ഒരു ടയേർഡാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുകയൊന്നുമില്ല കേട്ടോ. പിന്നെയും ടയേർഡായത് ഞാനാണ് കേട്ടോ. അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. 9th സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയത്. 12th സെഞ്ച്വറിയിൽ റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്തപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റോൺസും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ റിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ട്രാവൽ ഗൈഡ് പറഞ്ഞ് തരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ചോദിച്ചത് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവൻ ചോദിക്കുകയാണ്, കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അവനും ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഈ ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ കുട്ടികൾ, അവർക്ക് കാണുന്നതൊക്കെ സംശയങ്ങളാണ്, എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് കണ്ടോ, ചെറിയ ഗ്രേപ്സ് ആണിത്. ഇത് ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും വലിയ ഗ്രേപ്സ് ആയിട്ട് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടാവും. പിന്നെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഈ ഗ്രേപ്സിൻ്റെ ചെടികളാണ് കേട്ടോ. നല്ല പച്ചപ്പ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇനി ഒക്ടോബർ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസത്തിൽ നല്ല ഗ്രേപ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. You should go that side. കണ്ടുപിടിക്ക് എങ്ങനെ പുറത്ത് വരാന്ന്, വഴി കണ്ടുപിടിക്ക് എങ്ങനെ. റിച്ച് ലോക്കായി. റിച്ച് വഴി കണ്ടുപിടിക്കുക. അത് ഫൗളാ.
വഴി കണ്ടുപിടിക്കുന്നതാണ്. അത് തെറ്റി, അത് പുറത്തോട്ടാ, ഉള്ളിലോട്ട് വാ. ഋതു എത്തി. സ്നോ ഉണ്ടോ? റിച്ചു ആണെങ്കിൽ ഈ സ്റ്റെപ്സിലൊക്കെ കിടന്ന് ഓടുകയാണ് കേട്ടോ. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ഞാനും വീണാലോ എന്ന് വിചാരിച്ചിട്ടുള്ള പേടി ടെൻഷനൊക്കെ ആയിരുന്നു. റിച്ചുവിനിങ്ങനെ ഓടിക്കിടന്ന് നടക്കുമായിരുന്നു കേട്ടോ. അവനൊരു ക്ഷീണമില്ല, ഒന്നുമില്ല. എൻ്റെ അമ്മോ, സമ്മതിച്ചു ഞാൻ. ഇനി എന്താ മോളില് വെച്ചിട്ട് പിടിച്ചോണ്ട് പോകും. മോളില് ഇടയ്ക്ക് റിച്ചുവിനൊക്കെ എന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട് ശ്രീകാന്ത്. പക്ഷെ ആർക്ക് പേടി, എനിക്കോ പേടിയോ എന്നുള്ള ഒരു മട്ടിലാണ് ആശാൻ. എല്ലാവർക്കും ആ തണുത്തൊരു കാറ്റൊക്കെ കൊണ്ടിട്ട് ചെറുതായിട്ടൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു കേട്ടോ. മരുന്നൊന്നും കഴിക്കേണ്ട അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്കൊന്ന് ചുമയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു. ബ്യൂട്ടിഫുൾ വ്യൂ. ദിസ് സൈഡാ? ഇതിൻ്റെ ഏറ്റവും മേലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ. റിച്ചും കയറിയായിരുന്നു കേട്ടോ. നീനോ കൊണ്ടുപോയായിരുന്നു ഋതുവിനെ. റിച്ചുവിനെ ഏറ്റവും മേലെ കൊണ്ടുപോയായിരുന്നു. ഞാൻ കയറിയില്ല. വലിയ കാര്യത്തിൽ വന്നതാണ്, പക്ഷെ കയറിയില്ല. ടയേർഡായിട്ടോ, വലിയ എനർജറ്റിക് ഒക്കെ ആയിട്ട് വന്നതാണ്, പക്ഷേ ടയേർഡായി. ഇതിൻ്റെ മേലെ വരെ റിച്ചും പോയായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. മോളിൽ പോകുമ്പോൾ വരച്ചു നോക്കണേ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൗസിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു ഹോള് പോലെയാണ് കേട്ടോ. അവിടെ തന്നെ എല്ലാം ഹൗസിലേക്ക് ആവശ്യമുള്ളതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ആയിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ഹൗസാണിത്. പിന്നെ ഓരോരോ സാധനങ്ങൾ ഓരോരോ പ്ലേസിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ സൺലൈറ്റ് വരാനായിട്ടൊരു വേ ഉണ്ട്. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് കിടക്കാനായിട്ടുള്ള ഒരു ബെഡ്, ഋതുവിൻ്റെയൊക്കെ എത്ര പ്രായത്തിലുള്ള കുട്ടികൾക്ക് കിടക്കാനായിട്ടുള്ള ബെഡ്. പിന്നെ ഇത് ന്യൂ ബോൺസിന് കിടക്കാനായിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആട്ടാം ഇത് നമുക്ക്. പിന്നെ ഇതിൻ്റെ മേലെ കൊച്ചിനെ കിടത്തിയിട്ട് റോപ്സ് കൊണ്ട് ഇങ്ങനെ ടൈ ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ പൊന്തിച്ചിട്ട് റോപ്സ് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് കോട്ടൺ ഉണ്ടാക്കാൻ ഇപ്പുറത്തെ ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇങ്ങനെ മാവ് ഫ്ലോറൊക്കെ വീറ്റ് ഫ്ലോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ
ഇങ്ങനെ ആട്ടും. എന്നിട്ട് മാവ് കുഴച്ചെടുക്കാനായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഇതാണ് കോട്ടൺ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ വൂളൊക്കെ വെച്ചിട്ട് കോട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് ബട്ടർ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതിങ്ങനെ മോരിട്ടിട്ട് ഇങ്ങനെ ആട്ടും. അപ്പോൾ അതൊരു വിത്തിൻ 1 or 2 hours ബട്ടറായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ് കേട്ടോ, ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഒരു ബോക്സാണ്. ഈ ബോക്സ് എന്ന് പറയണത് പണ്ടത്തെ കാലത്തെ ലേഡീസ് കല്യാണം കഴിച്ചിട്ട് പോവില്ല, പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടുന്ന അവരുടെ തിങ്സും അവരുടെ ഓർണമെൻറ്റ്സും പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് കൊടുത്തു വിടുന്ന ഒരു ബോക്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ ഡിഷസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് താഴെ ഫയർ വെച്ചിട്ട് ഓരോരോ ഡിഷസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഇത് തൂക്കിയിട്ടിട്ടുള്ളത് പാത്രം. അപ്പോൾ റിച്ച് പറയാണ് ഫിഷ് ഉണ്ടാക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതേ ഫിഷൊക്കെ ഉണ്ടാക്കുമെന്ന് പറയാണ്. അപ്പോൾ നമ്മളങ്ങനെ റൊബോട്ടിക് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് നല്ല അടിപൊളി സൂപ്പറാണ് കേട്ടോ. മിസ്സാക്കരുത് ഇവിടെ വരികയാണെന്ന് നല്ലതാണ്. ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടും. അടിപൊളി സൂപ്പർ. സമയമായില്ല. Yes, these one you will like. If you come summertime, you will not take budget. So then I write. വരുന്ന വഴിക്ക് പിന്നെയും ഇവരിവിടെ കളിക്കുകയാണ് കേട്ടോ. ഇത് ഇവർക്ക് ഒളിച്ച് കളിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ അവരവിടെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി മതി പൊക്കോ പൊക്കോ. ഓടിപ്പോവല്ലേട്ടോ വണ്ടി വരും.
നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ കുട്ടേസിയിലേക്കുള്ള യാത്ര തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ വൈറ്റ് പൂക്കളൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി. പാമ്പ് വന്നോട്ടെ, പാമ്പ് വന്നോട്ടെ. നീനോ അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ പൊട്ടിച്ചിട്ട് ഋതുവിന് വേണ്ടി ഒരു ക്രൗൺ ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ട് ക്രൗൺ ഉണ്ടാക്കുകയായിരുന്നു. ശ്രീകാന്ത് ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല വെള്ളപ്പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കുട്ടേസിയിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവറും പിന്നെ ഗൈഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ റൂമിലെത്തി. നമ്മൾ കുട്ടേസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇന്നും നാളെയും താമസിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ്, ഹാങ്ങേഴ്സ് ഹാങ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ ബാത്തിങ് ടവൽ വെച്ചിട്ടുണ്ട്, ചപ്പൽ വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ചേക്കണത് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടതാണ് കേട്ടോ. പിന്നെ താഴെയും സ്പേസ് ഉണ്ട്, വലിയ മിറർ ഉണ്ട്, 2 മിറർ പറഞ്ഞ ഋതു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്. പിന്നെ ലോക്കർ, ഹെയർ ഡ്രയർ, പിന്നെ കുറേ റാക്കുകൾ, ടിഷ്യൂ ബോക്സ്, പിന്നെ ഇവിടെ കെറ്റില്, ചായ, കപ്പ്. ഇത് ഫ്രിഡ്ജ് കേട്ടോ, റെഫ്രിജറേറ്റർ. സ്പൂണൊക്കെ വെക്കാനുള്ള സ്ഥലം. ഇവിടെ ഒരു സ്പൂൺ ടേബിളും ചെയറും ഉണ്ട്. TV, ഒരു കൊച്ചു TV, ഒരു കൊച്ചു ബെഡ്. റിച്ചുവിന് കിടക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അവർക്ക് എടുക്കില്ല. വാഷ്റൂം, ഒരു ക്യൂബിക്കിൾ സെപ്പറേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് ക്യൂബിക്കിൾ. പിന്നെ ഇവിടെയും ഈ ഹോട്ടലിലും നമ്മൾ ഹാൻഡ് ഷവർ ഉള്ളത് ഹോട്ടലിൽ നോക്കി പറഞ്ഞ് എടുത്താണ്. അതെ, മിറർ എല്ലായിടത്തും വലുതാണ്, അതുകൊണ്ട് ഒരു ക്യാരൻ ചെക്ക് ചെയ്യുന്നത്. ഗുഡ്.